Ammu's World. അപ്പോൾ നമ്മുടെ സെൽഫ് പോർട്രേറ്റ് ഐഡിയാസിൻ്റെ സെക്കൻഡ് പാർട്ടാണിത്. അപ്പോൾ ഇത് വീട്ടിൽ വെച്ചിട്ട് തന്നെ നമുക്ക് ഒറ്റയ്ക്ക് എടുക്കാൻ പറ്റുന്ന കുറച്ച് സെൽഫ് പോർട്രേറ്റ് ഐഡിയാസാണ് ഞാൻ തരുന്നത്. ഞാൻ എടുക്കുന്ന രീതിയാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. ഞാൻ ജസ്റ്റ് അത് ഷെയർ ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. ഞാൻ ഈ ഒരു പ്ലെയിൻ കുർത്തയാണ് ഇന്ന് ഇട്ടേക്കുന്നത്. വീട്ടിലകത്ത് റൂമിൻ്റെ അകത്ത് വെച്ചിട്ട് തന്നെ എടുക്കുന്ന പോലത്തെ കുറച്ച് ഐഡിയാസാണ് ആദ്യം കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് കുറച്ചൊരു സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഇത് ആദ്യം ഞാനൊരു ബെഡ്ഷീറ്റാണ് ഇവിടെ ഫ്ലോറിൽ വെച്ചേക്കുന്നത്. ജസ്റ്റ് ആ ഒരു ബെഡ്ഷീറ്റ് ഒരു കളർ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ മുകളിൽ ഞാൻ കിടക്കുന്ന പോലത്തെ ഫോട്ടോസാണ് എടുക്കുന്നത്. അപ്പോൾ കുറച്ചൊരു കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളേഴ്സ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്നിവിടെ കുറച്ച് പ്ലാന്റ്സ് എടുത്തിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് മണി പ്ലാന്റ് ആണ്. എന്ന് പറയുന്ന ഒരു ക്രിസ്മസ് ക്യാൻഡിലാണ്. പല പല കളേഴ്സ് ആ ഒരു ഫോട്ടോയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഞാൻ പല കളേഴ്സുള്ള സാധനങ്ങൾ ആഡ് ചെയ്യാൻ കുറച്ച് ബുക്സ് എടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ എടുത്തേക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല കളറിലുള്ള 2 ഷോൾ എടുക്കുന്നുണ്ട്. അത് എവിടെയെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്. എങ്ങനെ വരുമെന്ന് എനിക്കറിയില്ല. എൻ്റെ മനസ്സിലൊരു പിക്ചറുണ്ട്. ആ ഒരു രീതിയിൽ വരണമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പം എത്രത്തോളം വരും എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതെന്ന് പറയുന്നത് വേറെ എൻ്റെ എല്ലാ കുറേ തട്ടിക്കൂട്ട് ഐഡിയാസാണ്. അപ്പോൾ ട്രൈപോഡൊക്കെ നല്ല വലിയ ട്രൈപോഡ് ഉള്ളവർക്ക് അത് മതിയായിരിക്കും. എൻ്റെ കയ്യിൽ അത് അങ്ങനെ വലിയതില്ലാത്തത് കൊണ്ട് ഞാനിപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വൈറ്റ് ഒരു കർട്ടൻ്റെ പുറകിൽ നിന്നുള്ള ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ക്ലോത്ത് സ്റ്റാൻഡാണിത്. ഒരു വലിയ ക്ലോത്ത് സ്റ്റാൻഡാണ്. ആ ഒരു സ്റ്റാൻഡ് എടുത്തിട്ട് അതിലേക്ക് ഞാൻ എൻ്റെ ഈ വൈറ്റ് ഷോൾ ഇടുവാണ്. അപ്പോൾ എന്നിട്ട് അതിൻ്റെ പുറകിൽ നിന്ന് നിൽക്കുന്ന അപ്പോൾ ആ ഒരു വൈറ്റ് കർട്ടൻ്റെ പുറകിൽ നിന്നിട്ട് ഞാനൊരു ബുക്ക് വായിക്കുന്ന പോലത്തെ ഒരു ഫോട്ടോയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ വന്നിട്ടുണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടൊക്കെ ഉള്ള കുറച്ച് ഫോട്ടോസ്. അപ്പം നെക്സ്റ്റ് ഫോട്ടോ ഐഡി എന്ന് പറയുന്നത് ഞാൻ ആ ഒരു ബെഡ്ഷീറ്റ് വിരിച്ചേക്കുന്നതിൽ കിടന്നിട്ട് ഒരു ബുക്കിൽ പെന്നുകൊണ്ട് എഴുതുന്ന പോലെ, എന്നിട്ട് മേളിൽ നിന്നൊരു വ്യൂ വരുന്ന പോലെയാണ്. ഞാൻ ആ സ്റ്റൂളിൻ്റെ പുറത്താണ് ട്രൈപോഡ് വെച്ചേക്കുന്നത്. അപ്പോൾ ആ ബുക്കിൽ എഴുതിക്കൊണ്ട് മേളിലേക്ക് നോക്കുന്ന പോലത്തെ ഒരു പോസാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ സൈഡിലെ ക്യാൻഡിലൊക്കെ ഒന്ന് കത്തിച്ച് വെച്ചിട്ടുണ്ട്. വേറെ കുറച്ച് ബുക്സും കൂടെ ഒക്കെ ഒന്ന് വെച്ചിട്ടുണ്ട്, ചുമ്മാ ഒരു വൈബ് ക്രിയേറ്റ് ചെയ്യാനായിട്ട്. പിന്നെ അതുപോലെ ആദ്യം നോക്കിയിട്ട് ഇഷ്ടപ്പെടാണ്ട് പിന്നെ ഞാൻ ആ ഒരു ചെടിയൊക്കെ ഒന്ന് സൈഡിൽ വെക്കുന്നുണ്ട്. അപ്പോൾ ഫുള്ളി ഓറഞ്ച് കളറിൻ്റെ സൈഡിൽ കുറച്ച് ഗ്രീനും കൂടെ ഒക്കെ വരുമ്പോൾ കുറച്ചുകൂടെ ഒരു ഫോട്ടോ നന്നാക്കാനായിട്ട്. എന്താ പ്രശ്നം എന്ന് വെച്ചാൽ എനിക്ക് ഓരോ പ്രാവശ്യവും പോയിട്ട് ഇത് ക്ലിക്ക് ചെയ്തിട്ട് വേണം എനിക്ക് ടൈമർ ഓൺ ആക്കാനായിട്ട്. അതാണ് പ്രശ്നം. അപ്പോൾ ഈ കിടക്കുന്നൊക്കെ ഫോട്ടോ എടുക്കുമ്പോൾ നല്ല ബുദ്ധിമുട്ടാണ്. ഓരോ പ്രാവശ്യം എഴുന്നേറ്റ് പോയിട്ട് ദൂരെയാണല്ലോ ഫോൺ ഇരിക്കുന്നത്. അപ്പോൾ അതിൽ പോയി ക്ലിക്ക് ചെയ്ത് തൊട്ടിട്ട് വന്നാൽ മാത്രമേ ഫോട്ടോ ക്ലിക്ക് ആവുള്ളൂ. അപ്പോൾ അതാണ് മെയിൻ പ്രശ്നം. അപ്പോൾ ഇതാണ് അങ്ങനെ കിട്ടിയ കുറച്ച് ഫോട്ടോസ്. എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. ആ ഫോട്ടോ ഒരു കളർ കോമ്പിനേഷനൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇനി നെക്സ്റ്റ് ഐഡിയ എന്ന് പറയുന്നത് നമ്മൾ ഇപ്പം കിടന്ന പോലെ അല്ല, നേരെ എന്താ പറയണ്ടേ, ഓപ്പോസിറ്റായിട്ട് ഞാൻ നേരെ തിരിഞ്ഞിട്ടാണ് ഞാൻ കിടക്കുന്നത്. അപ്പോൾ മേളിൽ നിന്ന് നോക്കുന്ന പോലെ ഒരു വ്യൂവിലാണ് ഇതും എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ ഞാൻ എങ്ങനെയാണ് ഷൂട്ട് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ മുടി ഇങ്ങനെ സൈഡിലേക്ക് ഇട്ടിട്ട് സൈഡിൽ ആ സാധനങ്ങളെല്ലാം തന്നെ വെച്ചിട്ട് ബുക്ക് വായിക്കുന്ന പോലെയും എഴുതുന്ന പോലെയൊക്കെയുള്ളൊരു പോസ് തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫോട്ടോസ് എങ്ങനെയുണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ എഡിറ്റഡ് പിക്ചേഴ്സ് കേട്ടോ. കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഈ ഫോട്ടോസ്. നല്ലൊരു ഒരു ഹോംലി ഫീലുണ്ട്. നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു ഫോട്ടോസ്. നെക്സ്റ്റ് ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്, ഞാൻ തറയിൽ നിന്ന് എഴുന്നേറ്റ് ബെഡിലേക്ക് മാറി. എന്നിട്ട് ഞാൻ ബെഡിൻ്റെ മേളിലാണ് കിടക്കുന്നത്. ഞാൻ ക്യാമറ ട്രൈപോഡ് വെച്ചേക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 രീതിയിൽ എടുക്കുന്നുണ്ട്. ഒന്ന് നേരെ അടുത്ത് വെച്ചിട്ടും എടുക്കുന്നുണ്ട്, പിന്നെ ഞാൻ താഴെ വെച്ചിട്ടും എടുക്കുന്നുണ്ട്. അങ്ങനെ 2 രീതിയിൽ എടുക്കുന്നുണ്ട്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ കയ്യിലൊരു ഫാൻസി ഗ്ലാസ്സും ഉണ്ട്. അത് വെച്ചിട്ട് അതും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഇങ്ങനെ മുടി സൈഡിലേക്ക് ഇട്ടിട്ട് ബുക്ക് വായിക്കുന്ന രീതിയിലാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് കാണാമല്ലോ. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ റിസൾട്ട്സും ഞാൻ കാണിച്ചു തരാവേ. അപ്പോൾ നെക്സ്റ്റ് എന്ന് പറയുന്നത്, ഞാൻ താഴെയാണ് ട്രൈപോഡ് വെച്ചേക്കുന്നത്. ഞാൻ മുടി കട്ടിലിൻ്റെ മേളിൽ നിന്ന് ഞാൻ താഴേക്കാണ് ഇട്ടിരുന്നത്. ഇത് കുറച്ച് ഞാൻ ദൂരെ നിന്നാണ് എടുത്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് ഞാൻ എടുക്കാൻ നോക്കി. പക്ഷേ ഞാൻ ടൈമർ വെച്ചിട്ട് ഞാൻ കട്ടിലേക്ക് വന്നിട്ട് ഈ മുടിയൊക്കെ ഇടണ്ടേ താഴേക്ക്. അത്രയും സമയമാകുമ്പോഴത്തേക്ക് ടൈമർ ഫിനിഷായി പോവാണ്. എനിക്ക് ആകെ 5 സെക്കൻഡിൻ്റെ ടൈമറേ ഉള്ളൂ എൻ്റെ ഫോണിൽ. അപ്പോൾ അപ്പോഴത്തേക്ക് ടൈമർ ഫിനിഷായി പോവാണ്. പിന്നെ ഞാൻ എൻ്റെ സിസ്റ്ററിനെ വിളിച്ചിട്ട് അവൾ എനിക്ക് ക്ലിക്ക് ചെയ്ത് തരുന്നുണ്ട് കേട്ടോ ഈ ഫോട്ടോയിൽ. ഇതാണ് ഈ ഫോട്ടോസിൻ്റെ റിസൾട്ട്സ്. ഇതെന്ന് പറയുന്നത് നല്ല രീതിയിൽ വരുന്നുണ്ട്. നമ്മൾ കുറച്ചും കൂടി ആ ക്യാമറയുടെ ആംഗിൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തായിരുന്നെങ്കിൽ ഇതിലും കുറച്ചുകൂടെ നന്നായിന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഇതാണ് ആ ഫോട്ടോസ്. അപ്പോൾ ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഔട്ട്ഫിറ്റൊക്കെ മാറി. ഇത് വേറൊരു ദിവസമാണ്. അപ്പോൾ നമ്മൾ
ഞാൻ ഈ ഒരു സ്കേർട്ടും ഒരു ടോപ്പുമാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ ഈ സ്കേർട്ട് വെച്ചിട്ടുള്ള കുറച്ച് ഫോട്ടോസാണ് എടുക്കുന്നത്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഞങ്ങളുടെ ബാൽക്കണി ടെറസിലേക്കാണ് വന്നേക്കുന്നത്. അപ്പോൾ ടെറസിൽ വെച്ചിട്ടുള്ള കുറച്ച് ഈ സ്കേർട്ട് എന്ന് പറയുന്നത്, ഇപ്പോൾ സ്കേർട്ട് വെച്ചിട്ടാകുമ്പോൾ നമുക്ക് കുറച്ച് ഈസിയാണ് പോസ്റ്റ് ചെയ്യാനായിട്ട്. സ്കേർട്ട് എങ്ങനെ പിടിച്ചാലും നല്ല ഭംഗിയുള്ള സ്കേർട്ടാണെങ്കിൽ കാണാനായിട്ട് നല്ല ഭംഗിയാണ്, ഫോട്ടോസ് നല്ല രീതിയിൽ വരും. പക്ഷെ എന്താ പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിങ്ങനെ എടുത്തൊക്കെ വരുന്നത് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല രീതിയിൽ മഴ പെയ്യാൻ തുടങ്ങി. പിന്നെ എനിക്കങ്ങനെ അധികം ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് കുറച്ച് ഫോട്ടോസ് മാത്രമേ എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഞാൻ ഇന്നെടുത്ത കുറച്ച് ഫോട്ടോസാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു വയലറ്റ് ഒരു സാരിയാണ് നമുക്ക് ഇന്ന് പുറത്ത് വെച്ചിട്ടാണ് ഞാൻ ഷൂട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ കഴിഞ്ഞ പാർട്ടിയിൽ ഞാൻ ആ പുറത്ത് വെച്ചിട്ടുള്ള ഫോട്ടോസ് ഇട്ടപ്പോൾ കുറച്ച് പേര് ചോദിച്ചിരുന്നത് എവിടെയാണെന്നൊക്കെ ഉള്ളത്, അതെങ്ങനെയാണ് എടുക്കുന്നതെന്ന് കാണിക്കണമെന്ന്. അപ്പോൾ നമ്മൾ ഇന്ന് അവിടേക്കാണ് പോകുന്നത് എടുക്കാനായിട്ട്. എൻ്റെ കയ്യിൽ എന്തോരം സാധനങ്ങളാണെന്നുള്ളത് കണ്ടോ. ഞാൻ മറ്റേ വലിയ ക്യാമറ വെച്ചിട്ടാണ് ഞാൻ എങ്ങനെയാണെന്നുള്ളത് സൈഡിൽ കാണിച്ചു തരുന്നത് നിങ്ങൾക്ക്. അപ്പോൾ അതും അതിൻ്റെ ട്രൈപോഡ് ഉണ്ട്. പിന്നെ ഞാൻ ഈ ഫോൺ വെക്കുന്ന ട്രൈപോഡ് ഉണ്ട്. പിന്നെ ഒരു ചീപ്പ്, ഞാൻ ഹെയർ ഫ്ലിപ്പൊക്കെ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്, പക്ഷെ അത് വന്നില്ല കേട്ടോ, വേറെ കാര്യം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പം മുടി വീണ്ടും ചീവണ്ടി വന്നാലോ എന്ന് വെച്ചിട്ട് ചീപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പൂവുണ്ട്. അങ്ങനെ ഫുള്ള് സാധനങ്ങളൊക്കെ ആയിട്ട് എല്ലാം കൂടി കൈ പിടിച്ചിട്ട് നമ്മൾ പോവാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മുടെ വീടിൻ്റെ പറമ്പാണ്. അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് ഞാൻ നേരത്തെയുള്ള ആ ഫോട്ടോസൊക്കെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് അവിടെ വെച്ചിട്ട് എടുത്ത് കാണിച്ചു തരാവേ. അപ്പോൾ ഇവിടെ വന്നിട്ട് പിന്നെ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാരിയുടെ മുന്താണി പറത്തിയിട്ടുള്ളൊരു പോസ് ഞാൻ ട്രൈ ചെയ്തു. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്ന് വെച്ചിട്ട് നല്ല വെയിലാണ്, എൻ്റെ മുഖത്തേക്കും വെയിലടിക്കുകയാണ്, ചുറ്റും വെയിലാണ്. അപ്പോൾ എനിക്കറിയില്ല എത്രത്തോളം അത് കിട്ടുന്നുണ്ടെന്നുള്ളത്. ലാസ്റ്റ് എഡിറ്റ് ചെയ്ത് വരുമ്പോഴേ നമുക്ക് അറിയുള്ളൂ അത് എത്രത്തോളം നല്ല രീതിയിൽ വരും. ഞാൻ സ്കൈ ബാക്ക്ഗ്രൗണ്ടായിട്ട് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ മുന്താണി വിരിച്ചിട്ടുള്ള പോസ് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഞാൻ ആ പുല്ലിൽ കിടന്നിട്ടുള്ള ഫോട്ടോസും എടുത്തിട്ടുണ്ട്. അതെങ്ങനെ എടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ദേഹത്ത് തന്നെ ട്രൈപോഡ് വെച്ചിട്ട് ക്യാമറ എൻ്റെ നേരെ മുകളിലേക്ക് വരുന്നത് പോലെ വെച്ചിട്ടാണ് എടുത്തത്. ആ ഒരു വീഡിയോ ഫയൽ എൻ്റെ കറപ്റ്റഡായി പോയി. അതുകൊണ്ട് എനിക്ക് ഷൂട്ട് ചെയ്യുന്നത് എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് പോസസ് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് കാണിച്ചു തരാം അതിൻ്റെ ഫോട്ടോസ് എങ്ങനെയാണ് വന്നിട്ടുള്ളതെന്നുള്ളത്. നെക്സ്റ്റ് ഞാൻ ഈ സ്റ്റെപ്പിൽ ഇരുന്നിട്ടുള്ള ഫോട്ടോസാണ് ഷൂട്ട് ചെയ്യുന്നത്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സ്റ്റെപ്പ് ഒന്ന് ഇറങ്ങി ചെല്ലുമ്പോഴുള്ള തട്ടുണ്ടല്ലോ, ആ തട്ടിലാണ് ഞാൻ ട്രൈപോഡ് വെക്കാറ്. അവിടെ നിന്നിട്ട് ഞാൻ ഈ സ്റ്റെപ്പിൻ്റെ മേളിലാണ് ഇരിക്കുക. അപ്പോൾ താഴേന്ന് മേലോട്ടുള്ള ഒരു സ്റ്റെപ്പിലിരിക്കുന്നൊരു വ്യൂ കിട്ടും. അപ്പോൾ അതിൽ നിന്നിട്ട് കുറച്ച് പോസസ് ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്നുള്ളതും എങ്ങനെയുണ്ടെന്നുള്ളതും ഒക്കെ ഒന്ന് പറഞ്ഞു തരണം കേട്ടോ. അപ്പോൾ ഇനി ഞാൻ ജസ്റ്റ് ബിഗിനറാണ് ഈ ഫോട്ടോ എടുക്കുന്നത്. ഫോട്ടോഗ്രാഫിയിലും അതുപോലെ എഡിറ്റിങ്ങിലും എല്ലാം ബിഗിനറാണ്. അപ്പോൾ എനിക്കെന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും നിങ്ങളത് പറഞ്ഞു തരണം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിപ്പം ഞാൻ ഫോട്ടോ തന്നെ എടുക്കുന്നത് പോലെയല്ല, അതിൻ്റെ കൂട്ടത്തിൽ ഇതിലൂടെ ഷൂട്ട് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എക്സ്ട്രാ എഫേർട്ട് ഇട്ടിട്ടാണ് ഞാൻ ഷൂട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അത് പറയണം കേട്ടോ. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം.